നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാറ്റ് വൈറ്റ്സ് നോട്ട് ചാനൽ. ഇന്നത്തെ എൻ്റെ ചർച്ചാ വിഷയത്തിൽ പെട്ടിരിക്കുന്ന വ്യക്തി നമ്മുടെ സഞ്ജു ടെക്കാണ്. ഓക്കെ, അപ്പം അദ്ദേഹം കാണിച്ചു വെച്ച സംഭവങ്ങളെല്ലാം നമുക്കറിയാം. യൂട്യൂബ് കൂടി പുള്ളിയുടെ എടുത്ത് പോയി, മനസ്സിലായോ? അപ്പോൾ ആള് ചെയ്തത് തെറ്റെന്നാണ്. വ്ളോഗിന് വേണ്ടിയിട്ട് പബ്ലിക്കലി നമ്മൾ മിസ്യൂസ് ചെയ്ത സംഭവങ്ങളും കാറിൽ പൂളുണ്ടാക്കിയതൊക്കെ സംഭവം ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, തെറ്റാണ്. പക്ഷേ കൊടുത്ത പണിഷ്മെന്റ് കുറച്ച് ഓവറായി പോയില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഇത്രയും വേണമായിരുന്നു എനിക്കൊരു തോന്നലുണ്ട്. കാരണം ലൈസൻസ് കട്ടാക്കി, പുള്ളിയുടെ പെർമിറ്റ് കട്ടാക്കി, പുള്ളിക്ക് ഇനി കാർ ഓടിക്കണമെങ്കിൽ പോലും ഒരു ഡ്രൈവറെ വിളിച്ച് വരുത്തിയിട്ട് വേണം കാർ ഓടിക്കാനായിട്ട്. കാർ തൊട്ടാനേ പറ്റില്ല. പ്ലാസ്റ്റിക് കാർ ഒഴിച്ച് വേറെ ഒരു കാറും പുള്ളിക്ക് ഓടിക്കാനൊന്നും പറ്റത്തില്ല. അത് പോരാഞ്ഞിട്ട് യൂട്യൂബിലെ വീഡിയോസ് അതും എടുത്തുകൊണ്ട് പോയി, എല്ലാം എടുത്തുകൊണ്ട് പോയപ്പോൾ ആ പയ്യൻ ലിറ്ററലി സൊസൈറ്റിയുടെ മുന്നിൽ വട്ടപൂജ്യമായി. അപ്പോൾ ഒരാളെ നശിപ്പിക്കുക, ഒരാളെ ലിറ്ററലി ഇല്ലാതാക്കുക, സൊസൈറ്റിയോട് ഒരു റിവെഞ്ച് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലൈക്ക് തെറ്റുകൾക്ക് കൊടുക്കുന്ന പണിഷ്മെന്റിന് ഒരു ഡെപ്ത് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഈ ഒരു ആക്ഷൻ, ഇതേപോലത്തെ അറഞ്ചം പറഞ്ചം ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പണിഷ്മെന്റ് ഈ റേപ്പ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അമ്മയുടെ തലക്കടിച്ച് കൊല്ലുന്നവർ, അല്ലെങ്കിൽ ജനിച്ചു വീണ തന്നെ കൊച്ചിനെ കുഴിച്ചു മൂടുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാമായിരുന്നെങ്കിൽ നാട് വളരെ നന്നായേനെ. കാരണം ഇത്രയും ആ പയ്യൻ ചെയ്തതിന് ഓൾറെഡി ലൈസൻസ് കട്ടാക്കി, പെർമിറ്റ് കട്ടാക്കി, എല്ലാം ചെയ്തു. പക്ഷെ ഇപ്പോൾ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ആ പയ്യന് കിട്ടിയ ഒരു ട്രോമ, തെറ്റ് ഞാൻ ന്യായീകരിക്കുന്നല്ല, ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കുട്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കുട്ടി തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവനെ തല കീഴായിട്ട് നിർത്തുക, അടി കൂടെ തീ കൊളുത്തി കൊടുക്കുക, മേലേന്ന് ഉറുമ്പിനെ മറ്റേ പുളി ഉറുമ്പിനെ അയച്ചു വിടുക, അവനൊരുമാതിരി തീർന്ന അവസ്ഥയാവും അല്ലേ? അപ്പോൾ ഇത്രയും ഒരു അറ്റാക്കിങ് ചെയ്ത് കൊടുത്തതിന് ഇപ്പോൾ യൂട്യൂബിൽ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന അവരുടെ ഫാമിലിയും പറഞ്ഞു റിസ്ക് എടുത്താൽ വേണം, ഫൺ ഈസ് ഫൺ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്നുണ്ടെങ്കിലും എൻ്റെ പെർസെപ്ഷനിൽ ഇത്രയും വേണമായിരുന്നോ? ഇത്രയ്ക്കും ഒരു പുള്ളി ഇതിൽ ചെയ്തത്, വീണ്ടും ഞാൻ പറയാണ്, കാറിൽ ഇതാക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഇലക്ഷൻ ടൈമിൽ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി കാറിൻ്റെ മേലെ പടക്കം വെച്ച് പൊട്ടിക്കുക, പല ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാണുന്നില്ല, ഓർക്കുന്നില്ല, മറക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ഇലക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ അറിയത്തില്ല. ഞാൻ പേഴ്സണലി പുള്ളി ചെയ്ത തെറ്റിനെ ഞാൻ തുറന്നു പറഞ്ഞ വ്യക്തിയാണ്. ലൈസൻസ് കട്ടാക്കിയത് ഓക്കെ, അതുവരെ ഓക്കെ. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഇൻകവും എല്ലാം ഇനി മുന്നോട്ട് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പം ഇതാണ് നമ്മുടെ സൊസൈറ്റി തന്നെയാണ് ഒരു കൂട്ടം ആൾക്കാരെ പ്രാന്തന്മാരാക്കുന്നത്, അല്ലെങ്കിൽ സൈക്കോ ആക്കുന്നത്, അല്ലെങ്കിൽ വേറെ ലെവലിലോട്ട് ചിന്തിക്കുന്ന രീതിയിലാക്കുന്നത്. ഇവൻ ഇനി എവിടെ പുറത്തിറങ്ങിയാലും ഈ ഒരു പേര് അവന് കിട്ടും. അതൊക്കെ പോരാഞ്ഞിട്ട് നമുക്കറിയാം വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ്. യൂട്യൂബിൽ നിന്ന് കയറി, നിങ്ങൾ പലരും വിചാരിക്കും എവിടെയെങ്കിലും പോയിരുന്ന മൂലക്കിരുന്നൊരു വീഡിയോ ചെയ്താൽ മതി, അങ്ങനെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കണം. അങ്ങനെയല്ല മച്ചാന്മാരെ. ഒരു കണ്ടന്റ് എടുത്ത് നിങ്ങളിലോട്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് അതിനെ നിങ്ങൾ ഓക്കെ ആക്കി, നിങ്ങൾ തരുന്ന വ്യൂ എന്നൊക്കെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം കിട്ടുന്നത്. അപ്പം പബ്ലിക്കലി ആണെങ്കിലും കുന്തളിപ്പ് പാടില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയാണ്. പക്ഷെ എൻ്റെ പെർസെപ്ഷനിൽ കൊടുത്ത പണിഷ്മെന്റ് വളരെയധികം കൂടിപ്പോയി. ഇതേപോലെ നല്ല ഹൈ ലെവൽ, നല്ല അവനിനി ജീവിക്കേ വേണ്ട എന്നുള്ള രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കണം. ആർക്കൊക്കെയാണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞ മാതിരി റേപ്പ് ചെയ്യുന്നവർക്ക്, പച്ചയ്ക്ക് തല്ലി കൊല്ലുന്ന മനുഷ്യന്മാർ, ചില സമയത്തൊക്കെ നമ്മൾ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. അതേപോലത്തെ കാര്യങ്ങൾക്ക്, അതേപോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പണിഷ്മെന്റ് കൊടുക്കാതെ എടുത്തകത്തിടുന്നു, വയറ് നിറച്ച് ബിരിയാണി കൊടുക്കുന്നു, കുറച്ച് കയ്യൂക്കുള്ള ആളാണെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങുന്നു. ഇപ്പൊ ഗോവിന്ദചാമി എന്തേ? അതേപോലെ കുറേ കേസസ് ഉണ്ട്. ഗ്രീഷ്മ എന്തേ? അതേപോലെ ഇതിനു മുമ്പ് ഒരു മരണം നടന്നിരുന്നു, ഒരു പെൺകുട്ടിയുടെ, കിരൺ, പുള്ളി എന്തേ? കിരൺ ആ വ്യക്തി എന്തേ? അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ജിഷയുടെ കേസ്, അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട് പുറത്തേക്ക് വരാത്തത്. അപ്പം നല്ല രീതിയിൽ ലോ യൂസ് ചെയ്യാതെ ഇത്രയും ഒരു അടിച്ചമർത്തിയ പയ്യനെ ഒന്നിനും കൊള്ളാത്ത രീതിയിലാക്കിയതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത്രയും കൊടുക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അയാൾ ചെയ്തത് കാർ സ്വിമ്മിംഗ് പൂൾ ആക്കി എന്നുള്ളതാണ്. പെർമിറ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ, ലൈസൻസ് കട്ടാക്കുമ്പോൾ തന്നെ ക്രിഞ്ചായി. ഇനിയും അങ്ങോട്ട് കൊല്ലണമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.